സംസാരത്തിൻ്റിടക്കുണ്ട് മറവി മനുഷ്യനിൽ, പിന്നീട് ഓർമ്മ വരുന്നുമുണ്ടത് ചിന്തയിൽ. ഇത് എന്ത് കൊണ്ടാണെന്ന് സയ്യിദുനാ ഉമർ ചോദിച്ചു സയ്യിദുനാ അലിയോടുടനവർ പറയുന്നതായി ഞാൻ കേട്ടു നബിയിൽ നിന്ന്. ഹൃദയത്തിനെല്ലാം ഉണ്ട് മേഘം ഒന്ന്, ചന്ദ്രന് മേഘം വന്നു പെട്ടാൽ മങ്ങുമേ, അത് നീങ്ങിയെന്നാൽ പിന്നുടൻ അത് ലംഘുമേ. അതുപോലെ കൽബിനെ മൂടിയെന്നാൽ മേഘവും ക്ഷണം തൻ്റെ പിടിപെടും, അതിനു നിശിയാൻ രോഗവും. അത് നീങ്ങിയെന്നാൽ മറവിയും നീങ്ങുന്നതാ, ക്ഷണം തന്നെ കാര്യം കൽബിലോർമ്മ വരുന്നതാ. അറൂഹ് എന്ന കിതാബ് നോക്കതിലുണ്ടിത് 43-ാം പേജിലാ പറയുന്നത്. നിലുബ്ധനോടെന്തെങ്കിലും ചോദിക്കല് മീൻവേട്ടയാടും പോലെ എന്നാ കാട്ടില്. ഒരു രാത്രി സയ്യിദുനാ ഉമർ കാണുന്നതായി വഴിയിൽ വിദേശികളിൽ ചിലർ ഉറങ്ങുന്നതായി. അവർക്കുള്ള സാധനം പലതുമുണ്ടവിടവിടെയായി കിടക്കുന്നതും കണ്ടിട്ട് താനും ചിന്തയായി. ഉറങ്ങുന്ന സമയം വേണ്ടി വന്നാൽ സാധനം ആരെങ്കിലും മോഷ്ടിക്കുവാൻ മതി ഈ ദിനം. ഉടനെ ഇബ്നു ഔഫ് അവർക്കുള്ള വീട്ടിൽ ചെന്നതായി വിവരം പറഞ്ഞവരിരുവരും നടക്കുന്നതായി. കൗമിൻ്റെ സാധനത്തിന് അല്പം അകലെയായി അവരിരുവരും ഉറക്കം ഒഴിച്ചത് കാവലായി. സുബഹിക്ക് ബാങ്ക് വിളിച്ച് അപ്പോൾ അവരെയും ഉണർത്തിയിട്ടവർ പോകുന്നു അവരറിയാതെയും. സുഹൃത്തുക്കളെ, ഇവർക്കുള്ള ശഫഖത്തോർക്കണം, നാമൊക്കെയും ഇത് കണ്ട് മാതൃകയാക്കണം. റുഹമാഉ ബൈനഹും എന്ന് റബ്ബ് സ്തുതിച്ചതാ സൂറത്ത് ഫത്ഹിന് ഓതിയാൽ കാണുന്നതാ. തൻബീഹിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ, 129-ൽ വിവരിച്ചതാ. ഇവരോട് തുടരാൻ റബ്ബനാ തൗഫീഖ് താ, ഒന്നിച്ചു കഴിയാൻ ഭാഗ്യവും നീ അന്നു താ. സമ്പൂർണ്ണ സൽഗുണരായ നബിയിൽ നിത്യവും ഗുണം ചെയ്യണേ അസ്ഹാബ് ആലിന് മൊത്തവും.